പരസ്യകലാരംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ മമ്പുറത്ത് ഡ്രീം മീഡിയ പ്രവർത്തനം ആരംഭിച്ചു. പരസ്യകലാരംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ മമ്പുറത്ത് ഡ്രീം മീഡിയ പിറവം. നിങ്ങളുടെ സ്ഥാപനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ അങ്ങനെ പരസ്യം വേണ്ടുന്ന ഏതൊരാവശ്യങ്ങളുമാവട്ടെ അവ ശബ്ദദൃശ്യ വിസ്മയത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുണ്ട്. നിങ്ങളുടെ പരസ്യങ്ങൾ അവ ഏതൊരാവശ്യങ്ങൾക്കുള്ളതാണെങ്കിലും ദൃശ്യ ശബ്ദ വിസ്മയ ചാരുതയാക്കിക്കൊണ്ട് പ്രേക്ഷകരുടെ കണ്ണിനും കാതിനുമൊപ്പം ഹൃദയം കവരുന്ന തരത്തിൽ അത്യാധുനിക സംവിധാനത്തിൽ വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന LED വാളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നു മമ്പുറത്ത് ഡ്രീം മീഡിയ പിറവം. മമ്പുറത്ത് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മമ്പുറത്ത് ഡ്രീം മീഡിയയുടെ പുതിയ LED വാൾ വാഹനത്തിന്റെ ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. അമ്പാക്കുടയിൽ കോനാട്ട് ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ COA പിറവം മേഖലാ പ്രസിഡന്റ് MN രാജേഷ് അധ്യക്ഷനായി. യോഗത്തിൽ മമ്പുറത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അജേഷ് മനോഹർ സ്വാഗതം പറഞ്ഞു. നമുക്ക് തന്നെ കുറഞ്ഞ് ഞങ്ങൾക്കൊക്കെ റേറ്റ് കുറച്ച് അജേഷ് നമുക്കിത് കിട്ടും. രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പരിപാടികൾ നടക്കുന്ന എന്ത് ചടങ്ങുകൾക്കൊക്കെ ആണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംരംഭം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് ഏറെ പ്രയോജനമാണ്. അത് പബ്ലിക്കിന് ഏറെ ഗുണം ചെയ്യും. ഏറെ സന്തോഷത്തോടു കൂടി എന്നും ഇതിൽ വർക്ക് മുന്നിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് കുറഞ്ഞ നിരക്കിൽ ഏത് പരസ്യവും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയും ഉത്സവങ്ങളും പള്ളി പരിപാടികളുമെല്ലാം നമുക്ക് ലൈവായി കൊടുക്കാൻ കഴിയും. റെക്കോർഡ് ചെയ്ത് നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയും. എവിടെയും ലൈവായി നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പൊ പള്ളി പെരുന്നാളാണെങ്കിൽ പാമ്പാക്കോടിൽ അച്ഛൻ കുർബാന ചൊല്ലുന്ന സമയത്ത് പാപ്പുക്കവലയിൽ അതേ സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ വീഡിയോയും ഓഡിയോയും ഒക്കെ കാണിക്കാൻ കഴിയും. ഇതോടൊപ്പം കേരള വിഷന്റെ പാമ്പാക്കുടയിലെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം പാമ്പാക്കുട വലിയപള്ളി വികാരി ഫാദർ ജോൺ എബ്രഹാം കോനാട്ട് എപ്പിസ്കോപ്പ നിർവഹിച്ചു. പാമ്പാക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദൻ ഭദ്രദീപം തെളിയിച്ചു. പുതിയ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം പിറവം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ, കൗൺസിലർ രാജു പാണാലിക്കൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മികച്ച കേബിൾ TV വരിക്കാരനുള്ള സമ്മാനം വാർഡ് മെമ്പർ രാധാനാരായണൻകുട്ടി കൈമാറി. മികച്ച ബ്രോഡ്ബാൻഡ് വരിക്കാരനുള്ള സമ്മാനം COA പിറവം മേഖലാ സെക്രട്ടറി ബേബി K ഫിലിപ്പോസ് വിതരണം ചെയ്തു. പാമ്പാക്കുട വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഷാജു ജോൺ, പിറവം നെറ്റ്വർക്ക് സെന്റർ മാനേജിംഗ് ഡയറക്ടർ MA സുമോൻ, മമ്പുറത്ത് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർ അനിത VM എന്നിവർ സംസാരിച്ചു. രാമംഗലത്തെയും മണ്ണത്തൂരും തിരുമാറാടി ഭാഗത്തെ എല്ലാ ആളുകളും ഞങ്ങളോട് സഹകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അച്ഛൻ്റെ തന്നെ സ്വന്തം ബിൽഡിങ്ങിൽ നല്ല മനോഹരമായ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം എന്നെ രാഷ്ട്രീയമായി വളർത്തിയത് പിറവമാണെങ്കിൽ പോലും എന്നെ സാമ്പത്തികമായി വളർത്തിയത് പാമ്പാക്കുടയും രാമംഗലവും തിരുമാറാടിയും മണ്ണത്തൂരും അടങ്ങുന്ന മേഖലയിലെ ഈ നാട്ടിലെ ജനങ്ങളാണ്. അവരൊരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പം എൻ്റെ അടുത്ത സംരംഭം എൻ്റെ ഭാര്യയുടെ പേരിലാണ് ഞാൻ ആരംഭിച്ചത്, മമ്പുറത്ത് ഡ്രീം മീഡിയ. മമ്പുറത്ത് ഡ്രീം മീഡിയയുടെ നമ്മുടെ വെഹിക്കിളിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചത്. കാലം മാറിയതനുസരിച്ച് വരാൻ പോകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ പല ബിസിനസ്സുകളിലൂടെ കടന്നു പോയാൽ മാത്രമാണ് ചിലപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക. അപ്പോൾ മറ്റൊരു പരസ്യ മേഖലയിലേക്ക് കടക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗം. അതുപോലെ തന്നെ എൻ്റെ സഹധർമ്മിണി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വലിയ മിടുക്കിയായതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമായി നിൽക്കുന്ന സമയത്തും എൻ്റെ ബിസിനസ്സുകളെല്ലാം നോക്കുന്നതിൽ 90% സഹധർമ്മിണിക്ക് നോക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വലിയ നേട്ടങ്ങളൊക്കെ കൊയ്യുവാനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങൾ മമ്പുറത്ത് ഡ്രീം മീഡിയ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു പരസ്യമോ ഒരു പെരുന്നാളോ ഒരു ഉത്സവങ്ങളോ എന്തുമാവട്ടെ, രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളോ എന്തുമാവട്ടെ, അത് കുറഞ്ഞ ചെലവിൽ ദൃശ്യ മികവോടുകൂടി ഡിജിറ്റൽ മികവോടുകൂടി ഈ നാട്ടിൽ എവിടെയും കൊടുക്കുവാൻ കഴിയുന്ന സംവിധാനമാണ് നമ്മൾ മമ്പുറത്ത് ഡ്രീം മീഡിയയിലൂടെ അവതരിപ്പിക്കുന്നത്. അത് ലൈവ് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പരിപാടി ലൈവായിട്ടാണ് പോകുന്നത്. അങ്ങനെ പാമ്പാക്കുട പള്ളിയിലെ പെരുന്നാൾ ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ കുർബാന സമർപ്പിക്കുന്ന സമയത്ത്
എവിടെ വേണമെങ്കിലും നമുക്ക് അതേ സമയത്ത് തന്നെ ആ കുർബാന കാണിക്കുവാൻ കഴിയും. അങ്ങനെ ഒരു കാലഘട്ടം ആഗ്രഹിക്കുന്ന അനുസരിച്ചുള്ള ഒരു നൂതന സംരംഭമാണ് ഞങ്ങളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതിന് ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും വലിയ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്ത് ചെയ്താലും ആ കാര്യത്തിൽ അജേഷ് ഒരു ഫോളോ അപ്പ് ഉണ്ട്, അതിലൊരു പൂർണ്ണതയുണ്ട്. എന്ത് കാര്യം നമ്മളെ ഏൽപ്പിച്ചാലും അത് സക്സസ് ആക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. ഏറെ സന്തോഷത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനം വളരട്ടെ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞ പോലെ തന്നെ സ്വാഗതപ്രസംഗം പറഞ്ഞു 10 വർഷത്തോളമായി നമ്മുടെ ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കേരള വിഷൻ. ഇപ്പോൾ നമുക്കറിയാം, മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. നല്ലതും ചീത്തയുമായ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ. അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന അജേഷ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അജേഷ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കേബിളിലേക്ക് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ നമുക്ക് ഒരു പൊതുപ്രവർത്തകൻ ആ ജോലി കൂടെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പൊതുപ്രവർത്തകർ പൊതുവെ അവർക്കൊരു ചീത്തപ്പേരുകളുണ്ട്, പണി ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ അതിന് ഒരു വിപരീതമായ രീതിയിലാണ് അത് പണി ചെയ്യില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ അവർക്ക് സമയം കണ്ടെത്താൻ പറ്റില്ല, മറ്റൊരു ജോലിയിലേക്ക് പോകാൻ പറ്റില്ല. പൊതുപ്രവർത്തനത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ അജേഷ് അതിൽ കാണിക്കുന്ന അത് അജേഷിൻ്റെ ടീമും വളരെ മികച്ച രീതിയിലാണ്. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ 1-2 വാക്ക് പറയാനായിട്ട് പോകാം. അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ കൂടിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. വളരെ ഒരു വ്യത്യസ്തമായ എല്ലാവരും ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഗ്രൂപ്പ് അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത്. അതിനെ ഞാൻ ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഏതാനും നാൾ മുമ്പ് ടി വിയിൽ ഒരു പരസ്യം വന്നുകൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നത്, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുകയാണ്. ജനിച്ചു വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞ് പറയുന്നു, അയ്യോ ഇവിടെ കണക്ടിവിറ്റി ഇല്ല, ഈ കണക്ടിവിറ്റി ഇല്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കണ്ട, എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു പരസ്യം ഓർക്കുന്നു. അത്ര ചെറിയ കുട്ടികൾക്കാണ് വലിയവരെക്കാൾ കൂടുതൽ അറിയാവുന്നത്. മക്കളെ ഫോണൊക്കെ കൈകാര്യം ചെയ്യാൻ ഇതേപോലെ സാമർഥ്യം വേറെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും സർവപ്രധാനമായ ഈ ആശയ സംവേദന ശൃംഖല വൈഫൈ എല്ലാം നൽകുവാനായിട്ട് കേരള വിഷന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ അറിഞ്ഞത് കോവിഡ് കാലത്താണ്. ഞാൻ സാധാരണ പറയാറുണ്ടായിരുന്നു, ദൈവം കോവിഡ് വരുമെന്ന് നേരത്തെ കണ്ടിട്ടാണ് ഇന്റർനെറ്റിനെ സൃഷ്ടിച്ചത്. ഇന്റർനെറ്റിനെ സൃഷ്ടിച്ചതിന് ശേഷം കോവിഡ് വന്നു. ഇല്ലായിരുന്നെങ്കിൽ ഈ കോവിഡിന്റെ സമയത്ത് ഇന്റർനെറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാവരും അവനവൻ്റെ മൂലയ്ക്ക് ഒതുങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ ആ കോവിഡിന്റെ സമയത്തും നമുക്ക് വലിയ സമ്മേളനങ്ങളെ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഭയ്ക്ക് 5000 പേര് വന്ന് തിരഞ്ഞെടുക്കേണ്ടതായ ഒരു വലിയ യോഗം കോവിഡിന്റെ കാലത്ത് എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ കൂടിയിരുന്നതിന് ശേഷം നടത്തുവാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചതെന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റിന്റെ വലിയ അത്ഭുതമാണ് എന്നുള്ളൊരു സംശയമില്ല. അങ്ങനെ ബാമ്പാക്കടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഡീവ്യൂഹമായിട്ട് പ്രവർത്തിക്കുന്ന വൈഫൈ, അതിന് അതുപോലെ തന്നെ TV എല്ലാം നൽകുന്ന കേരള വിഷന് എല്ലാ ആശംസകളും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. പിറവം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിറവം.